എപ്പിസോഡ് ഓപ്പണിംഗ് സീനിലാണെങ്കിൽ നമ്മുടെ ആൾക്കാർ അവന്റെ തല ഓരോരോ പാർട്സ് കറക്റ്റ് ആയിട്ട് വെച്ച് ഇപ്പൊ സെറ്റാക്കും. ടോപ്പറിനാണെങ്കിൽ ഭയങ്കര അത്ഭുതം. അവൻ ഇതുവരെ ഇങ്ങനെ ഒരു പ്രതിഭാസം കണ്ടിട്ടില്ല. പക്ഷേ ഇതുപോലെ തന്നെയാണ് ബഗ്ഗിയുടെ ബോഡി. അവനെ കൊണ്ടും അവന്റെ ബോഡി പാർട്സ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഫേസിനെ ഇത്രയും ചെറുതാക്കി മാറ്റാൻ അവനെ കൊണ്ട് പറ്റുമെന്ന് അറിയില്ല. ഇനി ഒരു പക്ഷേ ഇവനും ഡെവൽ ഫ്രൂട്ടിന്റെ പവർ ഉണ്ടാവുമോ? ചോപ്പർ അങ്ങനെ കാര്യമായിട്ട് എന്തൊക്കെയോ ആലോചിക്കും. അതേസമയം അവനാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നിങ്ങൾ ഇപ്പൊ തന്നെ പോയി എന്റെ ബാക്കി ഉടല് അത് എവിടെയുണ്ടെന്ന് കണ്ടെത്തണം. എന്നിട്ട് എത്രയും വേഗം അത് എന്റെ തലയുമായിട്ട് ചേർത്ത് വെക്കണം. നിങ്ങളത് ചെയ്തിട്ടില്ല എങ്കിൽ ഞാൻ ആരാണെന്ന് നിങ്ങൾ അറിയും. നാമിക്കാണെങ്കിൽ അത് തീരെ ഇഷ്ടാവില്ല. നാമി അവന്റെ തല അതങ്ങനെ തൂക്കിയെടുത്ത് അച്ചരം പൊച്ചറ അടിക്കും. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ഞങ്ങളോട് തന്നെ ആജ്ഞാപിക്കും. അവനാണെങ്കിൽ അങ്ങനെ ടേൺ ചെയ്ത് ഇപ്പൊ നാമിയെ നോക്കും. ഇത്രയും വൃത്തികെട്ട ഒരു പെണ്ണിനെ എന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. നീ ആക്ച്വലി ഏത് ഐലാൻഡിലുള്ളതാ? നിങ്ങളുടെ നാട്ടിലൊന്നും തുണി മേടിക്കാൻ പെണ്ണുങ്ങൾക്ക് ക്യാഷ് ഇല്ലേ? അതിന് നാമി അവള് പല്ല് കടിച്ച്, നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നെ കളിയാക്കും. ഇത് ഞങ്ങളുടെ പുതിയ ഫാഷനാണെന്ന് പറഞ്ഞ് അവനെ ചവിട്ടി തെറിപ്പിക്കും. സാഞ്ചിക്കാണെങ്കിൽ അവൻ നാമിയെ കളിയാക്കിയത് തീരെ ഇഷ്ടാവില്ല. അവനും അവന്റെ തല പിടിച്ച് അച്ചരം പൊച്ചറ് ഇടിച്ച് വലിച്ചെറിയും. ആ ഒരു അടി കെട്ടി അവന് നല്ല വേദന എടുത്ത് അവൻ പല്ല് കടിച്ചു നിൽക്കും. ചോപ്പർ ചോദിക്കും, നിനക്ക് വേദനിച്ചോ? നിനക്ക് ഞങ്ങളെ സഹായിക്കാൻ കഴിയില്ലേ? ഞങ്ങളിപ്പോ എവിടെയാ ഉള്ളത്? ആക്ച്വലി ഞങ്ങളൊരു പൈററ്റ്സ് ടീമാണ്. ഞങ്ങൾ ഇത്രയും നേരവും ഞങ്ങളുടെ കപ്പലിലായിരുന്നു ഉണ്ടായിരുന്നത്. കണ്ണു തുറന്നു നോക്കുമ്പോ ഇപ്പൊ ഇതാ ഈ ഒരു സ്ഥലത്തേക്ക് എത്തി. അത് കേട്ട് അവൻ ഷോക്കാവും. ഓ, അങ്ങനെ വരട്ടെ. അപ്പൊ നിങ്ങള് പൈററ്റ്സ് ആണല്ലേ? അതുകൊണ്ടാണ് നിങ്ങൾ ഇത്ര ബാഡ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്. അവനിങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നത് നമ്മുടെ ആൾക്കാർക്ക് വലിയ കാര്യമായിട്ടൊന്നും തോന്നില്ല. അവരിപ്പോഴും ഭയങ്കര കൺഫ്യൂഷനിലാണ്. കാരണം കപ്പലിലുണ്ടായിരുന്നപ്പോ അവർക്ക് ചുറ്റും ഭയങ്കര ഫയറും ലാവയും ഒക്കെ ആയിരുന്നു. പക്ഷെ ഇവിടെയാണെങ്കിൽ ഭയങ്കര മഞ്ഞും ഐസും തണുപ്പുമാണ്. സത്യത്തിൽ ഇവിടെ എന്താ സംഭവിക്കണേ? നമുക്ക് എന്താ പറ്റിയെന്നൊക്കെ ചിന്തിച്ച് അവർ പരസ്പരം നോക്കും. നാമിയാണെങ്കിൽ അവനോട് ചോദിക്കും, പ്ലീസ് നീ സത്യം പറയ്. ഇവിടെ നീ വന്നപ്പോ ഈ ഐലാൻഡ് മുഴുവൻ ഐസ് ആയിരുന്നോ? എന്തെങ്കിലും ഇറപ്ഷൻ സൗണ്ട് നീ കേട്ടോ? അതിനവൻ പറയും, ഇറപ്ഷൻ സൗണ്ട് ഒക്കെ ഞാൻ കേട്ടിരുന്നു. ഞാൻ ഇവിടേക്ക് വന്നപ്പോ ഇവിടെ മുഴുവൻ ഐസ് തന്നെയായിരുന്നു. നിങ്ങളോട് കൂടുതൽ കാര്യമൊന്നും ഡിസ്കസ് ചെയ്യാൻ എനിക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ല. നിങ്ങൾ പൈററ്റ്സ് ആണ്, എന്റെ അടുത്ത് നിന്ന് മാറി നിൽക്ക്. ഇവിടെ നാമിയാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവൻ പറയുന്നതൊക്കെ വെച്ച് ആ ഒരു ഐലാൻഡ് ഏകദേശം എങ്ങനെയാണെന്ന് അവൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കും. ഐലാൻഡിന്റെ ഒരു ഭാഗം ഐസും മറ്റൊരു ഭാഗം ഫയറുമാണ്. ലൂഫിയൻ ടീം ഉള്ളത് ഫയറിലും അവരിപ്പോ ഉള്ളത് ഐസ് ഭാഗത്തുമാണ്. പക്ഷെ നാമിക്ക് പിടികിട്ടാത്തത് ആരായിരിക്കും അവളെ തട്ടിക്കൊണ്ട് വന്നതെന്നും എന്തിനു വേണ്ടിയായിരിക്കും തട്ടിക്കൊണ്ട് വന്നതെന്നുമാണ്. ഈ റൂം അത് തകർത്താൽ മാത്രമേ എല്ലാ സത്യവും നമുക്ക് അറിയാൻ കഴിയുള്ളൂ എന്ന് നാമിയാണെങ്കിൽ സാഞ്ചിയോട് പറയും. സാഞ്ചി ആണെങ്കിൽ അതിനുവേണ്ടിയാണ് ഒരുപാട് നേരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ പറയും, എന്നെ കൊണ്ട് പറ്റുന്നില്ല, എനിക്ക് ആരോഗ്യമില്ല. ഉടനെ നമ്മുടെ ഫ്രാങ്കി അവൻ വിളിച്ചു പറയും, മാറി നിൽക്ക്, എന്റെ ബോഡിയിൽ ഇപ്പോ കോള ഫില്ലാണ്. എന്റെ ബീം പവർ ഉപയോഗിച്ച് ഞാൻ ഈ ഡോർ തകർക്കുമെന്ന് പറഞ്ഞ് അവൻ ബീം പവർ എടുത്ത് ഫോക്കസ് ചെയ്യും. ഞൊടിയടെ ലേസർ പവർ ഉപയോഗിച്ച് ഫ്രാങ്കി ആ ഡോർ തകർക്കും. അതിനുശേഷം ഈസി ആയിട്ട് നമ്മുടെ ആൾക്കാർ പുറത്തേക്ക് വരും. സാഞ്ചി സ്റ്റൈലായിട്ട് ടേൺ ചെയ്ത് ആ സാമുറായോട് ചോദിക്കും, എന്തുപറ്റി? നീ ഞങ്ങളോടൊപ്പം വരുന്നുണ്ടോ ഇല്ലയോ? ഞങ്ങൾ പൈററ്റ്സ് ആണെന്നുള്ളത് സത്യമാണ്. ഞങ്ങളോടൊപ്പം നീ വരാൻ തയ്യാറാണെങ്കിൽ കൊണ്ടുപോവാൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. വേറെ വഴിയില്ലാതെ ഇപ്പൊ അവനും അതിന് സമ്മതിക്കുകയാണ്. സാഞ്ചി പറയും, ആക്ച്വലി ഇവൻ ഒരു സാമുറായി ആണ്. ഹെയർ സ്റ്റൈലും അവന്റെ ആറ്റിറ്റ്യൂഡൊക്കെ കണ്ടാണ് സാഞ്ചി അത് കണ്ടുപിടിച്ചത്. ചോപ്പറിന് ഭയങ്കര പേടി. കാരണം സ്നെയിലിൽ അവരെ കോണ്ടാക്ട് ചെയ്ത ആള് പറഞ്ഞത് സാമുറായിസ് അവൻ അറ്റാക്ക് ചെയ്യുന്നു എന്നാണ്. സാഞ്ചി ആണെങ്കിൽ അവനോട് ചോദിക്കും, ഞങ്ങൾക്ക് ആക്ച്വലി കപ്പലിലേക്ക് ഒരു കോള് വന്നു. ഏതോ ഒരു സാമുറായി ടീം ഒരുപാട് പേരെ കൊല്ലുന്നതായിട്ട്. നീയാണോ അവരെ എല്ലാം കൊന്ന സാമുറായി എന്ന് അവൻ ചോദിക്കും. അതിനാ സാമുറായി ആണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാതെ പല്ല് കടിച്ചു നിൽക്കുകയാണ്. ചോപ്പർ ആണെങ്കിൽ സാഞ്ചിയോട് ആ സാമുറായെ താഴെ വെച്ച് നമുക്ക് രക്ഷപ്പെടാന്ന് പറയും. അതേസമയം ഇവിടെ ശബ്ദമൊക്കെ കേട്ട് ആ മഞ്ഞ കോട്ടിട്ടവര് അവരാണെങ്കിൽ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴായിരിക്കും അവൻ പറയാ, ഞാൻ ആരെയും വെറുതെ കൊല്ലാറില്ല. ഞാൻ ഇവിടേക്ക് വന്നത് എന്റെ മകനെ പ്രൊട്ടക്ട് ചെയ്യാനാണ്. അതിനെതിരെ ഒന്നല്ല 1000 പേര് വന്നാലും അവരെ ഞാൻ കൊല്ലും. അതിനെനിക്ക് യാതൊരു മടിയുമില്ല. സാഞ്ചിക്ക് അത് കേൾക്കുമ്പോ അവൻ നല്ലവനാണെന്ന് മനസ്സിലാവും. സാഞ്ചി അവനെ എടുക്കാനായിട്ട് തയ്യാറാവുമ്പോഴായിരിക്കും ആ മഞ്ഞ കൂട്ടം അവരൊരുപാട് ഗണ്ണുമായിട്ട് അവിടേക്ക് വന്ന് നമ്മുടെ ആൾക്കാരെ അച്ചരം പൊച്ചരം ഷൂട്ട് ചെയ്യും. ടാങ്കി ആണെങ്കിൽ നമ്മുടെ ആൾക്കാരെ അവന്റെ പുറകിൽ കവർ ചെയ്ത് ആ ബുള്ളറ്റ് മുഴുവൻ അവൻ പ്രിവെന്റ് ചെയ്യും. അതിനുശേഷം ലേസർ പവർ വെച്ച് അറ്റാക്ക് ചെയ്ത് അവരെ ദൂരേക്ക് തെറിപ്പിച്ച് കളയും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഇപ്പൊ ഉഷാറായിട്ട് ഓടും. സാഞ്ചി ആണെങ്കിൽ ആ സാമുറായുടെ തല അത് കയ്യിലെടുത്ത് ഉഷാറായിട്ട് ഓടുകയാണ്. അതേസമയം മഞ്ഞ ടീംസ് അവർ ഈ കാര്യം
അവരുടെ ബോസിനെ അറിയിക്കാൻ ബോസിന്റെ അടുത്തേക്ക് പോകും. നമ്മുടെ ആൾക്കാർ ഓടി ഓടി ഒരു ഡോർ തുറന്ന് വേറൊരു റൂമിലേക്ക് വരും. അവിടെയാണെങ്കിൽ ഒരുപാട് കുട്ടികൾ. പക്ഷെ ആ കുട്ടികളുടെ സൈസ് കണ്ടായിരിക്കും നമ്മുടെ ആൾക്കാർ ഷോക്ക് ആവുക. ഭയങ്കര സൈസുള്ള ചെറിയ ചെറിയ കുട്ടികൾ. ആ കുഞ്ഞുങ്ങളാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരെ കണ്ട് പേടിക്കും. അപ്പൊ കറക്റ്റ് ടൈം നമ്മുടെ ബ്രൂക്ക് അവൻ സ്നെയിലിലൂടെ ഇപ്പൊ ഉസോപ്പിനെ കോണ്ടാക്ട് ചെയ്യും. എന്നിട്ട് നടന്ന എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഉസോപ്പിനോട് പറയാണ്. ക്യാര എന്താണെന്നൊന്നും അറിയില്ല. മഞ്ഞ ഉടുപ്പിട്ട ഒരുപാട് ആൾക്കാര് അവറ്റകൾ ഇവിടേക്ക് വന്ന് എന്നെ ഗണ്ണ് വെച്ച് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ എന്റെ സ്ക്വാഡ് ഉപയോഗിച്ച് സെക്കൻഡുകൾ കൊണ്ട് അവറ്റകളെ എല്ലാം വെട്ടി താഴെയിട്ടു. ബ്രൂക്ക് പറയും അവരിലാരും തന്നെ ഇപ്പൊ ജീവനോട് കൂടെ ഇല്ല. മഞ്ഞ കളറിൽ ഒരു കോട്ടും ജാക്കറ്റും മാസ്കും ഒക്കെ വെച്ചാണ് അവർ കപ്പലിലേക്ക് വന്നത്. റോബിനാണെങ്കിൽ അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അവർ സ്ലീപ്പിംഗ് ഗ്യാസ് ഉപയോഗിച്ചാണ് നമ്മുടെ ആൾക്കാരെ കപ്പലിൽ മയക്കിയിട്ടതെന്ന്. മാത്രമല്ല നമ്മുടെ കപ്പല് അതിവര് വേറൊരു ദിശയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങനെ ഇവരിവിടെ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രാന്തൻ ലൂഫി അവനാണെങ്കിൽ ആ സാമുറായുടെ ദേഹത്ത് കയറി ഓടി കളിക്കുകയാണ്. ഉടനെ ആ താടിക്കാരൻ സാമുറായിക്ക് ഇപ്പൊ ഒരു കോള് വരും. അതവന്റെ ചീഫായിരിക്കും. അവൻ ദേഷ്യപ്പെട്ട് പറയും, നീ എന്തായി ചെയ്യണേ? നമ്മുടെ ഓപ്പണന്റ് ആണവൻ. അവനുമായിട്ട് നീ കളിച്ചുകൊണ്ടിരിക്കുകയാണോ? താടിക്കാരനാണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. ലൂഫി ഓടി വന്ന് താടിക്കാരനോട് പറയും, എനിക്ക് നിങ്ങളുടെ താടിയും ഈ ഒരു ഗെയിമൊക്കെ ഒരുപാട് ഇഷ്ടമായി. വായു നമുക്ക് വീണ്ടും കളിക്കാം. കട്ട് ചെയ്താ ഇവിടെ ലൂക്കാണെങ്കിൽ ചുറ്റും നോക്കും. അവന് പ്രത്യേകിച്ച് ലൊക്കേഷൻ ഒന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതിന് റോബിൻ പറയും, നീ ഒരു കാര്യം ചെയ്യ്, ആ കപ്പലിന്റെ അകത്തും പുറത്തും നന്നായിട്ട് ചെക്ക് ചെയ്യ്. അവരുടെ ആരെങ്കിലോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും സാധനങ്ങളോ അവരവിടെ ഉപേക്ഷിച്ചിട്ടുണ്ടോ എന്ന് നോക്ക്. അത് കേട്ട് ബ്രൂക്ക് ആണെങ്കിൽ ഇപ്പൊ കപ്പലിന്റെ മുക്കും മൂലയും പരിശോധിക്കാനായിട്ട് തുടങ്ങും. ബ്രൂക്ക് ആണെങ്കിൽ ക്യാഷിലായിട്ട് ഒരു കപ്പ് കാപ്പിയൊക്കെ ഇട്ട് കുടിച്ച് കപ്പലിന്റെ പുറകിലേക്ക് വരും. അപ്പൊ ദൂരത്തായിട്ട് അവൻ കാണും വലിയൊരു കപ്പലും അതിനോട് ചേർന്ന് 1-2 ബിൽഡിങ്ങും. അവൻ ആ കാര്യം ഇപ്പൊ റോബിനെ അറിയിക്കുകയാണ്. റോബിൻ ബ്രൂക്കിനോട് പറയും, ഒരു കാരണവശാലും നീ അവിടെ നിന്ന് മാറരുത്, അവിടെ തന്നെ നിൽക്കണം, ഞങ്ങൾ എത്രയും വേഗം അവിടേക്ക് എത്തും. റോബിനാണെങ്കിൽ കൂലങ്കക്ഷായിട്ട് ചിന്തിക്കും, ഇതൊരിക്കലും നേവിക്കാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു മൂവ്മെന്റ് അല്ല, ഈടായിട്ടുള്ള എന്തൊക്കെയോ ക്രിയേച്ചറാണ് നമുക്ക് ചുറ്റുമുള്ളതെന്ന് പറഞ്ഞ് അവൾ അങ്ങനെ പ്ലാൻ ചെയ്യുമ്പോഴായിരിക്കും ലൂഫിയുടെ നിലവിളി കേൾക്കുക. അവര് താഴേക്ക് നോക്കും. ഇത്ര നേരവും ഒന്നിച്ച് കളിച്ചുകൊണ്ടിരുന്നവർ രണ്ടുപേരും തമ്മിൽ ഒരിഞ്ഞ അട്ടിയടി ഫൈറ്റ്. ലൂഫിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അവൻ ഷോക്കായിട്ട് ചോദിക്കും, നിനക്ക് എന്തു പറ്റി? എന്താ ഉണ്ടായേ? ഇത്രയും നേരവും നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിട്ടല്ലേ കളിച്ചോണ്ടിരുന്നേ, പെട്ടെന്ന് എന്താ നിനക്കൊരു മനംമാറ്റം? അതേസമയം വേറൊരു വില്ലൻ അവിടേക്ക് ചാടി വീണ് ഇപ്പൊ ലൂഫി അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. അത് കണ്ട റോബിനാണെങ്കിൽ അവളുടെ ഒരുപാട് കൈകൾ ക്രിയേറ്റ് ചെയ്ത് ആ വില്ലന്റെ ബോഡി അത് മുഴുവനായിട്ടും അങ്ങനെ റൗണ്ട് ചെയ്ത് പിടിച്ച് തിരിച്ചൊടിച്ച് താഴെയിടും. അങ്ങനെ രണ്ടുപേരുടെയും കഥ കഴിച്ച് നമ്മുടെ ആൾക്കാർ ഹായ് ആയിട്ട് നിൽക്കും. റോബിൻ ചോദിക്കും, നീയും ആ താടിക്കാരനും ഇത്രയും നേരവും നല്ല ഫ്രണ്ട്സ് ആയിരുന്നല്ലോ, നിങ്ങൾക്കിടയിൽ എന്ത് സംഭവിച്ചു? അവൻ എന്തിനാ നിന്നെ അറ്റാക്ക് ചെയ്തേ? ലൂഫി ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയും, എനിക്കറിയില്ല. പെട്ടെന്ന് അവന്റെ ആറ്റിറ്റ്യൂഡൊക്കെ മാറി അവൻ എന്നെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ഒസോപ്പിനാണെങ്കിൽ ഇപ്പോ താഴെ കിടന്ന് അവരുടെ സ്നെയിൽ കിട്ടും. അതവൻ ചെക്ക് ചെയ്യും. അതില് CC എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. റോബിൻ പറയും, അവരാർക്കോ വേണ്ടി പ്രവർത്തിക്കുകയാണ്. ആക്ച്വലി ഇവർ വില്ലന്മാരൊന്നും അല്ല, ഏതോ ഒരു ഓർഗനൈസേഷനിൽ പെട്ട ടീമാണ്. ടാർക്കോ വേണ്ടിയാണ് ഇവരിതെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവൾ ആ സ്നെയിലേക്ക് തന്നെ നോക്കും. ഇവരുടെ ടീമിന്റെ പേര് അത് CC എന്നായിരിക്കും. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എത്രയും വേഗം തട്ടിക്കൊണ്ടുപോയാൽ നമ്മുടെ ആൾക്കാരെ കണ്ടെത്തണം. ഉറപ്പായാലും ആ ഐസുള്ള പ്രദേശത്തേക്കായിരിക്കും അവരെ കൊണ്ടുപോയിട്ടുണ്ടാവുക. ഇനി ഒട്ടും സമയം കളയണ്ട, വേഗം അവിടേക്ക് പോണെന്ന് പറഞ്ഞ് റോബിനാണെങ്കിൽ അവരോട് തയ്യാറെടുക്കാൻ പറയും. ഒസോപ്പിനാണെങ്കിൽ ഭയങ്കര ആവേശം. അത്രയും നേരവും പേടിച്ച് തൂറിയിരുന്ന നമ്മുടെ ചെക്കൻ അവൻ കൈയൊക്കെ വീശി പറയും, വായോ, ഇനി ഒന്നും നോക്കാനില്ല, ഐസ്ലാൻഡിലേക്ക് പോയി നമ്മുടെ ഫ്രണ്ട്സിനെ രക്ഷിക്കാം. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇവിടെ ആ വില്ലന്മാര് അവരാണെങ്കിൽ അവരുടെ നേതാവിനെ കൂട്ടിക്കൊണ്ടുവന്ന് തകർന്ന ഡോറ് അത് കാണിച്ചു കൊടുക്കും. അവരുടെ ലീഡറിനാണെങ്കിൽ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പവറുള്ള ലേസർ പവർ ഉപയോഗിച്ചാണ് ആ ഡോറ് തകർത്തതെന്ന്. അപ്പൊ വേറൊരുത്തൻ ടെൻഷനായി അവിടേക്ക് ഓടി വരും. ബോസ്, നേവിക്കാരുടെ G5 ഷിപ്പ് അത് ഇവിടേക്ക് വരികയാണ്. അവരുടെ കയ്യിൽ നമ്മൾ പെട്ടുപോയാൽ അത് വലിയ അപകടമാണ്. സോ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. അവരാണെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് ആ ഒരു പോയിസൺ ഗ്യാസ് അത് നേവിക്കാർക്ക് നേരെ അട്ടിച്ച് തെറിപ്പിക്കും. ടാഷിക്ക് നിലവിളിച്ചു പറയും, എത്രയും വേഗം എല്ലാവരും മാസ്ക് വയ്ക്ക്, അത് പോയിസൺ ഗ്യാസ് ആണ്, അത് ശ്വസിക്കാനായിട്ട് പാടില്ല. പക്ഷെ എന്താ, അവളത് പറഞ്ഞു കഴിയുന്നതിന് മുൻപ് തന്നെ ഒരുപാട് പേര് ആ ഗ്യാസ് ശ്വസിച്ച് ഇപ്പൊ ബോധം കെട്ട് താഴേക്ക് വീഴും. സ്മോക്കർ പറയും, ഈ സ്ഥലമാണ് പങ്ക് ഹസാഡ്, അക്കൈനോയും അവക്കിജിയും ഫൈറ്റ് ചെയ്ത ആ ഒരു പ്രദേശമാണ് ഇവിടം.
ഇവിടെ ഇപ്പോ മറ്റാരൊക്കെയോ കയ്യേറി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഗ്യാസ് ഒക്കെ റിലീസ് ആവുന്നത്. അതാരാണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. സ്മോക്കർ പറയുന്നത് കേട്ട് ബാക്കിയുള്ളവരെല്ലാവരും ടെൻഷൻ ആവുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.